റീസെൻ്റായിട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്ത മലയാളം ഷോർട്ട് ഫിലിമാണ് അരളി. ഒരപ്പൻ്റെ മകൻ്റെ കഥയാണ്. അപ്പനൊരു പാവപ്പെട്ട ചൂണ്ടക്കാരനാണ്. ഒരു ദിവസം വഞ്ചിയെടുത്തയാൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ മകനും കൂടെ വരുന്നുണ്ട്. മകൻ ഇട്ടിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പനിങ്ങനെ 2-3 ചെറിയ മീനൊക്കെ കിട്ടി. ഇപ്പം മകൻ സങ്കടപ്പെടും. എന്നിട്ട് പറയാം അപ്പൻ്റെ ചൂണ്ടയുടെ പ്രത്യേകതയാണ്, അപ്പൻ്റെ ചൂണ്ടതാന്ന് പറഞ്ഞാൽ അവൻ ആ ചൂണ്ടയിടും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വലിയൊരു മീൻ കിട്ടുകയാണ്, ഒരു വാള് കിട്ടുകയാണ്. അവന് വലിയ സന്തോഷമായി. കടവത്തെത്തും വരെ ഞാൻ പിടിച്ച മീനാണ് എൻ്റെ ചൂണ്ടല്ലേ കിട്ടിയെന്ന് പറഞ്ഞിങ്ങനെ അവനിങ്ങനെ തലോടിക്കൊണ്ട് വരുന്നത്, മീനെ തലോടിക്കൊണ്ട് വരുന്നത്. കടവത്തെത്തിയപ്പോൾ ഒരു ഭൂവുടമ ആൾ പറയും, എടാ കോളടിച്ചല്ല, 2-2.5 കിലോ ഉണ്ട്. അപ്പോൾ ഇയാളത് എടുത്തിട്ട് അത്ര ഒന്നുമില്ലടാ, എന്ത് വേണം സാറ് തന്നാൽ മതി, എന്താണെന്ന് വെച്ചാൽ. ആൾ കുറച്ച് പണം കൊടുത്തു. ആ പണം എണ്ണി പോലും നോക്കാതെ അപ്പൻ മടിക്കുത്തിൽ തിരികെ വെക്കാണ്. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ മകൻ കരച്ചിലാണ്. അപ്പം അത് മനസ്സിലായി. അപ്പം കടയിൽ നിന്ന് കുറച്ച് ഉണക്കമീനും 2 കപ്പലിൻ്റെ മുട്ടായി മേടിക്കുന്നുണ്ട്. കപ്പലിൻ്റെ മുട്ടായി മോന് കൊടുക്കും. അത് വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ കഴിക്കുന്നില്ല. വീട്ടിലെത്തിയിട്ട് അവൻ കിടന്ന് കരയാണ്. അമ്മ ചോറും കറിയൊക്കെ വെച്ചിട്ട് അപ്പനെ വിളിക്കുന്നു, മോനെ വിളിക്കുന്നു. പക്ഷെ മോനെ എഴുന്നേൽക്കുന്നില്ല. അപ്പം വന്ന് മോനെ വിളിക്കുന്നു. ആൾ നോക്കുമ്പോൾ അവൻ കരച്ചിലാണ്. ആൾ മേടിച്ചു കൊടുത്ത കപ്പലിൻ്റെ മുട്ടായി അവൻ കഴിച്ചിട്ടില്ല. വിളമ്പി വെച്ച ചോറിന് മുന്നിൽ നല്ല എഴുന്നേക്കുക. ഇപ്പോൾ ഭാര്യ വയ്ക്കുക, എവിടെ പോണ്? ഞാൻ ഇപ്പോൾ വരാടി. ആൾ വഞ്ചിയെടുത്ത് ആ രാത്രിയിൽ മീൻ പിടിക്കാൻ പോവാണ്. ഈ അപ്പൻ എൻ്റെ ഈശോയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ഗോസ്പലിൽ അതാണ് നമ്മൾ കാണുന്നത്. സമതലത്തിലേക്ക് ഇറങ്ങിയവരാണ് ഈശോയും ശിഷ്യന്മാരും, യൂദയ, ജെറുസലേം എന്നുള്ള സിറ്റീസ് എന്നുള്ള ആൾക്കാരും, കടലോര ഗ്രാമമായ ടയർ സീതോൻ്റെ ആൾക്കാരും. ഇവരെല്ലാവരും വന്നിട്ട് ഒറ്റ തലത്തിൽ നിൽക്കുക, ഒരു പ്ലെയിൻ ഗ്രൗണ്ടിലേക്ക്. എല്ലാവരും ഒരുപോലെ. ക്രിസ്തുവിന് അങ്ങനെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരുപോലെയാണ് ഈശോ കാണുന്നത്. എന്നിട്ട് ഈശോ അവരോട് പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ദരിദ്രരെ, കരയുന്നവരെ, വിശക്കുന്നവരെ, അവഹേളിക്കപ്പെടുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്കുള്ളതാണ് ദൈവരാജ്യം. ഈശോയുടെ പ്രോമിസാണത്. നിങ്ങൾ കരഞ്ഞിരിക്കുന്നതും, നിങ്ങൾ വിശന്നിരിക്കുന്നതും, നിങ്ങൾ അവഹേളിക്കപ്പെടുന്നതും, നിങ്ങൾ ദരിദ്രരായിട്ടിരിക്കുന്നതും എൻ്റെ ആഗ്രഹമല്ല, അതെൻ്റെ ഇഷ്ടമല്ല. ഞാൻ കരയാതിരിക്കാൻ, വിശന്നുറങ്ങാതിരിക്കാൻ എൻ്റെ ഈശോ ഒറ്റയ്ക്കൊരു വഞ്ചിയെടുത്ത് പുഴയുടെ നടുവിലാണ് ഉറക്കൊളിച്ചിരിക്കുകയാണ്.